തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പതിനായിരക്കണക്കിന് അശരണരായ, ആലംബഹീനരായ, സാധാരണക്കാരായ, ദരിദ്രരായ രോഗികൾക്കൊക്കെ ആശ്രയമരുളുന്ന, ചികിത്സ അരുളുന്ന സ്ഥാപനമാണ്. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. അത് നിലനിൽക്കേണ്ടത് നമ്മുടെ ഒക്കെയും ആശയാണ്, അഭിലാഷമാണ്. നല്ല രീതിയിൽ നടന്നു പോകുന്ന മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് ശ്രീചിത്രയിലെ അവസ്ഥ നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീചിത്ര പ്രതിസന്ധിയിലാണെന്നും അവിടെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലെന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. കേന്ദ്ര സർക്കാർ വേണ്ട ഫണ്ട് കൊടുക്കുന്നില്ല, അവിടെ ഉപകരണങ്ങളില്ല എന്നൊക്കെ വലിയ വിവാദങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇതാ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു FB പോസ്റ്റ് വരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറാണ്, യൂറോളജി വിഭാഗം മേധാവിയാണ്. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് വായിക്കാനിടയായപ്പോഴാണ് എനിക്ക് ഈ വാർത്ത അവതരിപ്പിക്കാൻ തന്നെ ഒരു പ്രചോദനമാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ പല ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന് രോഗികളെ അഭിസംബോധന ചെയ്യാൻ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുന്നു. ജോലി രാജിവെച്ചാലോ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ് എന്നൊക്കെയാണ് ഹാരിസ് ചിറക്കലിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെയെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആളുകളും ആ പോസ്റ്റൊക്കെ വായിച്ചു കാണും. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കാം. നമുക്ക് ക്യാമറയും കൊണ്ട് അകത്ത് കയറിയൊന്നും പോകാൻ പറ്റുകയില്ല. മുമ്പ് ക്യാമറയും കൊണ്ട് ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും കയറിയിട്ടുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ട് പലകുറി വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും വിഷ്വൽ മീഡിയയിൽ ജോലി ചെയ്യുന്ന അവസരങ്ങളിലായിരുന്നു ആ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ അതിസാഹസികമായൊന്നും കയറിപ്പോയി വാർത്ത എടുക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ വിശേഷങ്ങളും വിവരങ്ങളുമൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഫയൽ വിഷ്വലൊക്കെ വെച്ച് കാണിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിഷ്വലിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കുത്തി ഞെരുങ്ങിയാണ് രോഗികൾ അവിടെ കിടക്കുന്നത്. ഇവരിൽ പലരും ശസ്ത്രക്രിയ അടിയന്തരമായ ആവശ്യമുള്ള രോഗികളാണ്. പ്രത്യേകിച്ച് യൂറോളജിയിൽ വൃക്ക സംബന്ധമായ അസുഖത്തിൽപ്പെട്ടൊക്കെ വരുന്ന ധാരാളം പേഷ്യൻസ് അവിടെയുണ്ട്. അവരോടൊക്കെ സമാധാനം പറയാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ചിലപ്പോൾ ഷൗട്ട് ചെയ്തേക്കുമെന്നല്ലാതെ മറ്റ് ഒരു രൂപ പോലും കൈക്കൂലി ഇനത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്വകാര്യമായി കണ്ടിരിക്കാം അല്ലെങ്കിൽ സ്വകാര്യമായി വന്ന് കാണാത്തത് കൊണ്ട് മാന്യമായി ഞാൻ നിങ്ങളെ ചികിത്സിക്കില്ല എന്നൊന്നും പറയുന്ന ഡോക്ടറല്ല എന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും സഹപ്രവർത്തകരും ഒക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. സർക്കാരും അങ്ങനെ തന്നെയാണ്. സർക്കാരിനോട് വളരെ പ്രതിപത്തിയുള്ള ഡോക്ടറാണ്, ആരോഗ്യ വകുപ്പിനോടും പ്രതിപത്തിയുള്ള ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് ബ്യൂറോക്രസിയുടെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ഓരോ ഫയലും കൃത്യസമയത്ത് നീങ്ങണമെന്ന്. പക്ഷേ ഇവിടെ ഫയലുകൾ നീങ്ങുന്നില്ല എന്നതാണ് പച്ച പരമാർത്ഥം. ഫയലുകൾ യഥാസമയത്ത് നീങ്ങുന്നില്ല. നീങ്ങാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. അവിടെ നിങ്ങളുടെ ബന്ധുക്കൾ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അറിയാം. എൻ്റെ ബന്ധുക്കൾ അവിടെ കിടന്നിട്ടുണ്ട്. നമ്മൾ തന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. അതൊക്കെ ശരിയാണ്. സർക്കാർ ആശുപത്രിയാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങണം. നിർധനരായ എപ്പോഴും നമ്മുടെ കയ്യിലൊന്നും കാശുണ്ടാകണമെന്നില്ലല്ലോ. ഞാനും നിങ്ങളുമൊക്കെ സാധാരണക്കാരല്ലേ. സ്വർണ്ണ തളികയിൽ ജനിച്ച് വീണവരല്ല, സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ച് വീണവരുമല്ല. നമ്മളൊക്കെ അന്നത്തിന് വേണ്ടി ഓരോരോ വേഷം കെട്ടൽ നടത്തി ജീവിക്കുന്ന ആളുകളാണ്. അന്നത്തെ അന്നത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സാധന സാമഗ്രികൾ പുറത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ്. ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിലപിടിപ്പുള്ളതാണ്. അത്രയും വിലപിടിപ്പുള്ള വസ്തുക്കളായിരിക്കണം പ്രത്യേകിച്ച് യൂറോളജി വിഭാഗത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വാങ്ങാൻ പലപ്പോഴും രോഗികൾ പിരിവിട്ട് ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്ത് ഒക്കെ വാങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ. ഇതൊക്കെ കാണുന്ന ഒരു ഡോക്ടർക്ക് പലപ്പോഴും കണ്ണീർ വരും എന്നത് സ്വാഭാവികമാണ്. മനുഷ്യപ്പറ്റുള്ള ആരും കരഞ്ഞു പോകും. ചിലപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എടാ നിൻ്റെയൊക്കെ ക്രൂരത അവസാനിക്കണമെങ്കിൽ 1 മണിക്കൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോയി നിൽക്ക്, കാഷ്വാലിറ്റി പോയി നിൽക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിൽ ഒന്ന് ചുമ്മാ നടന്നിട്ട് വാ, പാസ് എടുത്ത് ചുമ്മാ കയറി നടന്നിട്ട് വാ, നിൻ്റെയൊക്കെ കുരുപൊട്ടൽ തീരും എന്ന് നമ്മൾ പറയാറില്ലേ? കാരണം അത്രമാത്രം കണ്ണീർ കാഴ്ചകളാണ് അവിടെ. അത് നിരന്തരം കാണുന്ന ഡോക്ടർമാരുടെ അവസ്ഥയോ ആലോചിച്ച് നോക്കാം. മനുഷ്യപ്പറ്റുള്ള ഡോക്ടർമാരാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങില്ല, സൗജന്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് ഹാരിസ് ചിറക്കൽ. അതിനകത്ത് ഒരു തർക്കവുമില്ല. അതിന് എന്ത് അന്വേഷണം അദ്ദേഹത്തിന് നേരെ വന്നാലും ഒരു തർക്കവുമില്ല. അദ്ദേഹത്തെ ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിനൊപ്പം തന്നെയാണ് വിസ്മയ ന്യൂസ് നിൽക്കുന്നത്. അങ്ങനെ തന്നെ ആകണം അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ചെരുപ്പ് തേഞ്ഞു. മുഖ്യമന്ത്രി പലകുറി പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടപ്പിലെല്ലാം ശരിയാക്കണം. ആരോഗ്യമന്ത്രി എല്ലാത്തിനും അങ്ങനെ ഞാൻ ഉത്തരവിട്ടു, ഇങ്ങനെ ഞാൻ ഉത്തരവിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കണം. അവിടെ ബ്യൂറോക്രസി ഉണ്ട്. DME പറയുന്നു ഇതൊക്കെ തെറ്റാണ് എന്ന് വിളിച്ചു പറയുകയാണ്. അത് വകുപ്പിനെ, ഈ ചട്ടക്കൂടിനെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുതിയാണെന്ന്. എന്നിട്ട് അയാൾ തന്നെ പറയുന്നു ഒരു ശസ്ത്രക്രിയ മാറ്റിവെച്ചു. 4 ശസ്ത്രക്രിയ ഷെഡ്യൂൾ ചെയ്തിരുന്നു, അതിലൊന്ന് മാറ്റിവെച്ചു. അത് ഉപകരണം കേടായത് കൊണ്ടാണെന്നാണ് DME സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ കേടായത് ഏത് സാഹചര്യത്തിലാണ്?
എത്രയോ ഉപകരണങ്ങൾ അവിടെ ദ്രവിച്ചു പോകുന്ന മട്ടിൽ കെട്ടി അടുക്കിയിട്ടിരിക്കുന്ന കാഴ്ച പണ്ട് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിരിക്കാം ഉപകരണങ്ങൾ കെട്ടിയടുക്കി പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം മെഡിക്കൽ കോളേജിലുണ്ട്. ഈ ഹാരിസ് ചിറക്കലിൻ്റെ പോസ്റ്റ് എന്തുകൊണ്ട് യാഥാർത്ഥ്യം, അത് ഒറിജിനലാണ്, സത്യസന്ധമാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു വരി കൂടി അതിനകത്തുണ്ട്. ഒരു വരി അതിനകത്തുണ്ട്. അദ്ദേഹം തീവണ്ടി 3 മണിക്ക് പുലർച്ചെ തീവണ്ടിയിൽ പോയത്, പുലർച്ചെ ബസ്സിൽ പോയത്, അതൊക്കെ ആർക്കും എഴുതി പിടിപ്പിക്കാം, എന്തും എഴുതാമല്ലോ. തള്ളം പോയെല്ലാം തള്ളുമല്ലോ. അങ്ങനെയൊക്കെ തള്ളാം എല്ലാവർക്കും. ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്തില്ലേ, എനിക്ക് കരച്ചിൽ വന്നില്ലേ, ഞാൻ ഇങ്ങനെ മാത്രമല്ലേ ചെയ്തുള്ളൂ, അത് ആർക്കും എഴുതാം, ആരും എഴുതും. പക്ഷേ വലിയ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തി ആ ശമ്പളം വിളിച്ചു പറയില്ല. അദ്ദേഹം കൃത്യമായി എഴുതിയിട്ടുണ്ട്, സർക്കാരിൽ നിന്ന് 3.5 ലക്ഷം രൂപ പ്രതിമാസം ഞാൻ ശമ്പളം പറ്റുന്നുണ്ട്. ചെറുതല്ല തുക, 3.5 ലക്ഷം രൂപ. അത് സാമാന്യഗതിയിൽ ആരും വെളിപ്പെടുത്തില്ല, ഒരു മനുഷ്യനും വെളിപ്പെടുത്തില്ല എനിക്ക് 3.5 ലക്ഷം രൂപ ശമ്പളമുണ്ടെന്ന്. എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, 3.5 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന്, ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് എനിക്ക് സർക്കാർ ഇത്രയും ശമ്പളം തരുന്നത്. പക്ഷേ അതിലൊരു അംശമെങ്കിലും എനിക്ക് നിങ്ങളോട് തിരിച്ച് കൂറ് പുലർത്താൻ, നീതി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചെരപ്പ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു പോയതാണ്, എന്തിനാണ് പിന്നെ ഈ പണി, ഇത് കളഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കില്ലല്ലേ. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ 56 വയസ്സായി, 360 ദിവസവും ഞാനിവിടെ അറ്റൻഡൻസ്, 2024 അറ്റൻഡൻസ് എടുത്ത് നോക്കിയാൽ 360 ദിവസവും ഞാനിവിടെ ഹാജരാണ്. ഇടയ്ക്ക് അമ്മയ്ക്ക് അസുഖം വന്നു, അമ്മയെ ചികിത്സിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് അല്പം സാമ്പത്തിക ബാധ്യത വന്നു. ആ സമയത്ത് കുറച്ച് ദിവസം വിദേശത്ത് ജോലി ചെയ്തിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർമാരൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് നടത്തി കോടീശ്വരന്മാരായി. ഞാൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു, ഇപ്പോഴും സാധാരണക്കാരനായി ജീവിക്കുന്നു. 3.5 ലക്ഷം രൂപ കിട്ടിയാൽ സാധാരണക്കാരനായി ജീവിച്ചാൽ മതിയോ, നിങ്ങൾക്കും കോടീശ്വരനായിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതങ്ങൾ, അതിലേക്ക് അങ്ങോട്ട് കയറി വെടിവെക്കേണ്ട, തോക്കിനകത്ത് കയറി വെടിവെക്കേണ്ട. പക്ഷെ അദ്ദേഹം സത്യസന്ധമായി എഴുതി തൻ്റെ ശമ്പളം 3.5 ലക്ഷം രൂപ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ DME ഡോക്ടർ വിശ്വനാഥൻ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. വിശ്വനാഥനൊക്കെ ശരി തന്നെ, പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യമായിരിക്കണം വിശ്വനാഥൻ പറയുന്നത്. ആരോഗ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്ന്. വിശ്വനാഥൻ DME ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണല്ലോ, ഡോക്ടറാണല്ലോ. അദ്ദേഹം എന്തന്വേഷിക്കാനാണ്? അദ്ദേഹത്തിൻ്റെ കീഴിലെ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളോ? അവിടെ അന്വേഷിച്ചു പോകുമ്പോൾ ചെന്ന് നോക്കണം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കണം.